പ്രിയരെ, പ്രൈസ് ദി ലോർഡ്. നിങ്ങൾക്കെല്ലാവർക്കും സന്തോഷവും സുഖവും സമാധാനത്തിലുമാണെന്ന് വിശ്വസിക്കുന്നു. കർത്താവിൽ പ്രിയരെ, വചനം ഇപ്രകാരം പറയുന്നു. യോഹന്നാൻ എഴുതിയ സുവിശേഷം 14-ാം അധ്യായം അതിൻ്റെ 18-ാമത്തെ വാക്യം, ഞാൻ നിങ്ങളെ അനാഥരെ വിടുകയില്ല. പ്രൈസ് ദി ലോർഡ്. പൗലോസ് ഇപ്രകാരം പറയുന്നു, നമ്മളുടെ ശരീരം ദൈവത്തിൻ്റെ ആലയമാകുന്നു, നമ്മളിൽ പരിശുദ്ധാത്മാവ് വസിക്കുന്നു. എന്തുകൊണ്ടായിരിക്കും ദൈവം നമ്മൾക്ക് പരിശുദ്ധാത്മാവിനെ തന്നിരിക്കുന്നത്? ഈ എൻ്റെ ശരീരം ദൈവത്തിൻ്റെ ആലയമാക്കി ദൈവം കാണാനായിട്ട് ദൈവത്തിൻ്റെ പ്ലാൻ എന്തായിരുന്നായിരിക്കണം? അല്ലെങ്കിൽ ദൈവം എന്തിനായിരിക്കും നമ്മളെപ്പോലുള്ള ഒരു മനുഷ്യ ശരീരത്തിൽ വസിക്കാൻ ഇത്രയും ആഗ്രഹിക്കുകയും തൻ്റെ ആത്മാവിനെ നമുക്ക് തരികയും ചെയ്തത്? നിങ്ങൾ ചിന്തിച്ചിട്ടുണ്ടോ? നമുക്കൊന്ന് ചിന്തിച്ച് നോക്കാം. പ്രൈസ് ദി ലോർഡ്. പ്രിയപ്പെട്ടവരെ, നമുക്ക് വചനത്തിലേക്ക് കടക്കാം. ഉൽപ്പത്തി 1-ാമത്തെ അധ്യായം അതിൻ്റെ 26-ാമത്തെ വാക്യം ഇപ്രകാരം പറയുന്നു, ദൈവം വീണ്ടും അരുളി ചെയ്തു, നമുക്ക് നമ്മുടെ ഛായയിലും സാദൃശ്യത്തിലും മനുഷ്യനെ സൃഷ്ടിക്കാം. അവർക്ക് കടലിലെ മത്സ്യങ്ങളുടെയും ആകാശത്തിലെ പറവകളുടെയും കന്നുകാലികളുടെയും ഭൂമിയിൽ ഇഴയുന്ന സർവ്വജന്തുക്കളുടെയും മേലാധിപത്യം ഉണ്ടായി ഇരിക്കട്ടെ. അങ്ങനെ ദൈവം തൻ്റെ ഛായയിലും സാദൃശ്യത്തിലും മനുഷ്യനെ സൃഷ്ടിച്ചു. ദൈവത്തിൻ്റെ ഛായയിൽ അവിടുന്ന് അവരെ സൃഷ്ടിച്ചു. പ്രൈസ് ദി ലോർഡ്. പ്രിയപ്പെട്ടവരെ, എന്തുകൊണ്ടാണ് നമ്മളുടെ ശരീരം ദൈവത്തിൻ്റെ ആലയമാണ് എന്ന് പറയാൻ കാരണം? നമ്മൾ പുറമേ നോക്കുമ്പോൾ നമ്മളുടെ സ്കിൻ കളർ പലതായിരിക്കാം, പല തരത്തിലുള്ള ആളുകളായിരിക്കാം നമ്മൾ, മുഖഭാവത്തിലും സംസാര രീതിയിലും ഹെയറിലും ഒക്കെ. പക്ഷേ ദൈവത്തിൻ്റെ കാഴ്ചപ്പാടിൽ, ദൈവത്തിൻ്റെ ഛായയിൽ അല്ലെങ്കിൽ ദൈവത്തിൻ്റെ തിങ്കിങ്ങിൽ നമ്മളെ ദൈവം കാണുന്നത് തൻ്റെ പ്രതിരൂപമായിട്ടാകുന്നു. പ്രൈസ് ദി ലോർഡ്. ഈ പ്രതിരൂപമായ ആരോൺ എന്ന് പറയുന്ന ഈ മനുഷ്യനെ ഈ ഭൂമിയിൽ ദൈവമാക്കാൻ ഉപയോഗിച്ച ഒരു മൺപാത്രം മാത്രമാണ് ഈ സ്കിൻ എന്ന് പറയുന്നത്, ഈ അസ്ഥി എന്ന് പറയുന്നത്. പക്ഷേ യഥാർത്ഥത്തിൽ ദൈവത്തിൻ്റെ അസ്ഥി എന്ന് പറയുന്നത്, ദൈവത്തിനൊരു അസ്ഥി ഉണ്ട് എങ്കിൽ ആ അസ്ഥി എന്ന് പറയുന്നത് ദൈവത്തിൻ്റെ ആത്മാവാകുന്നു. ഈ അസ്ഥിയായിരിക്കുന്ന പരിശുദ്ധാത്മാവാണ് ഇപ്പോൾ നമ്മളുടെ ഈ മൺപാത്രത്തിൽ നമ്മളോടൊത്ത് ഏക ശരീരമായി വസിക്കുന്നത്. ദൈവത്തിൽ അന്ധകാരമില്ല, ദൈവത്തിൽ പാപമില്ല, ദൈവം അതിപരിശുദ്ധനാകുന്നു. ഇതുകൊണ്ട് തന്നെ ദൈവം നമ്മളോട് പറയാണ്, ഈ ശരീരം ദൈവത്തിൻ്റെ ആലയമാണ്. നമ്മൾ ബൈബിളിനകത്ത് നോക്കിക്കഴിഞ്ഞാൽ മനസ്സിലാകും, ദൈവം ആത്മാവാകുന്നു. ദൈവത്തെ ആരാധിക്കുന്നവർ ആത്മാവിലും സത്യത്തിലുമാണ് ആരാധിക്കേണ്ടത്. യോഹന്നാൻ എഴുതിയ സുവിശേഷത്തിനകത്ത് പറയുന്നു. അപ്പോൾ ഈ ശരീരം ദൈവത്തിൻ്റെ ആലയമായതിൻ്റെ കാരണം, നാം സൃഷ്ടിക്കപ്പെട്ടത് ദൈവത്തിൻ്റെ ഛായയിലും സാദൃശ്യത്തിലുമാകുന്നു. ഈ ഛായയിലും സാദൃശ്യത്തിലും സൃഷ്ടിക്കപ്പെട്ട നമ്മൾ, അല്ലെങ്കിൽ നമ്മളുടെ ആത്മാവ്, ഈ ആത്മാവ് കംപ്ലീറ്റ്ലി വിശുദ്ധമാകുന്നു അല്ലെങ്കിൽ പരിശുദ്ധമാകുന്നു. ഈ പരിശുദ്ധമായ നമ്മളുടെ ആത്മാവ് ഈ ശരീരത്തിൽ വസിക്കുമ്പോൾ ദൈവത്തിന് ഇടപെടാൻ അതിൽ പാപം വരാൻ പാടില്ല. അതുകൊണ്ട് റോമക്കാർക്ക് എഴുതിയ ലേഖനത്തിനകത്ത് 8-ാം അധ്യായത്തിനകത്ത് പറയുന്ന നിൻ്റെ നിയമം, അതായത് നിന്നെ പാപത്തിൻ്റെയും മരണത്തിൻ്റെയും നിയമത്തിൽ നിന്ന് ദൈവാത്മാവിൻ്റെ നിയമം നമ്മെ സ്വതന്ത്രമാക്കിയിരിക്കുന്നു. അതായത് ഈ ശരീരത്തിന് ഒരു നിയമമുണ്ട്, ഈ ജഡത്തിനൊരു നിയമമുണ്ട്. ഈ ജഡമെന്ന് ഉദ്ദേശിക്കുന്നത് ഈ സ്കിന്നല്ല, പാപകരമായ സ്വഭാവമാകുന്നു. അതുകൊണ്ടാണ് ഈ പാപം ചെയ്യുന്നവർക്ക് ദൈവത്തെ ആക്സസ് ചെയ്യാൻ ബുദ്ധിമുട്ടാണ് എന്ന് പറയുന്നതിൻ്റെ കാരണം. എന്നാൽ നമ്മളോട് കൂടെ, അല്ലെങ്കിൽ നമ്മളുടെ ആത്മാവോട് കൂടെ പരിശുദ്ധാത്മാവ് ഒന്നായിത്തീരുമ്പോൾ പിന്നെ ഈ ശരീരത്തിൻ്റെ മേൽ വ്യാപരിക്കുന്ന പാപകരമായ സ്വഭാവമല്ല, പകരം ദൈവികമായ സ്വഭാവമാകുന്നു. ഞാനൊരു രസകരമായ കാര്യം നിങ്ങളോട് പറയാൻ ആഗ്രഹിക്കുന്നു. ഈ സ്വഭാവം പുതിയതായി നമ്മളിൽ രൂപപ്പെട്ടു വന്നതല്ല. ഈ സ്വഭാവം നമ്മളിൽ പരിപൂർണമായി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പുതിയതായി രൂപപ്പെട്ടു വന്നതല്ല. നമ്മളെ ദൈവം സൃഷ്ടിച്ച സമയം മുതലേ ദൈവിക സ്വഭാവം നമ്മിൽ ഉണ്ട്.
ദൈവിക സ്വഭാവം നമ്മളുണ്ട്. എന്നാൽ നാം പരിശുദ്ധാത്മാവിൽ നിറഞ്ഞവരാകുമ്പോൾ ദൈവിക സ്വഭാവം ഈ പരിശുദ്ധാത്മാവോട് കൂടെ ചേർന്ന് നമ്മളിൽ നിന്ന് പുറത്തേക്ക് വരുന്നു എന്നേ ഉള്ളൂ. പ്രൈസ് ദി ലോർഡ്. അതായത് നമ്മൾ യേശുവിൽ വിശ്വസിക്കുന്നതിന് മുമ്പ് അല്ലെങ്കിൽ യേശുവിനെ അറിയുന്നതിന് മുന്നമേ നാം പാപത്തിൻ്റെ അടിമകളായിരിക്കാം, പാപത്തിൽ ജീവിച്ചവരായിരിക്കാം, പാപത്തിൻ്റെ സ്വഭാവമുള്ളവരായിരിക്കാം. പക്ഷേ യേശുവിൽ വിശ്വസിച്ച ആ സമയം മുതൽ, ഒരു മാനസാന്തരത്തിൻ്റെ അനുഭവത്തിലേക്ക് നമ്മൾ വന്ന സമയം മുതൽ നമ്മളിൽ നിന്ന് പഴയ മനുഷ്യൻ്റെ സ്വഭാവം അവസാനിക്കുകയും നമ്മളിലുണ്ടായിരിക്കുന്ന ദൈവികമായ സ്വഭാവം പുറത്തേക്ക് വരികയും ചെയ്തിരിക്കുന്നു. ഇതാകുന്നു യഥാർത്ഥത്തിൽ ക്രിസ്ത്യാനി. ഇതാകുന്നു യഥാർത്ഥത്തിൽ പരിശുദ്ധാത്മാവിനാൽ പുതിയതാക്കപ്പെട്ട ഒരു വ്യക്തി ഇതാകുന്നു. അപ്പോൾ നമുക്ക് ഒരു കാര്യം മനസ്സിലായി, എന്തിനാണ് നമ്മുടെ ഈ ശരീരത്തിൽ ദൈവം വസിക്കാൻ തിരഞ്ഞെടുത്തതിൻ്റെ കാരണം. പ്രൈസ് ദി ലോർഡ്. ഇനി രണ്ടാമത്തെ കാര്യം, നമ്മൾ ദൈവത്തിൻ്റെ മക്കളായത് എങ്ങനെയാണ്? പ്രൈസ് ദി ലോർഡ്. നമ്മൾ ദൈവത്തിൻ്റെ മക്കളായത് സിമ്പിളാണ്. യേശുവിൻ്റെ ഒരൊറ്റ ബലി മുഖാന്തരമാണ്. അപ്പോൾ നിങ്ങൾ ചോദിക്കുക, അപ്പോൾ ഇത്രയും നേരം പറഞ്ഞത് ദൈവത്തിൽ നിന്ന് പുറത്തേക്ക് വന്നപ്പോൾ നമ്മളുടെ ഛായയിലും സാദൃശ്യത്തിലും മനുഷ്യരെ നമുക്ക് സൃഷ്ടിക്കാമെന്ന് പറയുമ്പോൾ ഓൾറെഡി നമ്മൾ ദൈവത്തിൻ്റെ മക്കളായിരുന്നില്ലേ? ആയിരുന്നു. എന്നാൽ പാപം മുഖാന്തരം അവരെ ഏദൻ തോട്ടത്തിൽ ഇട്ടതിന് ശേഷം, ആദത്തിനെയും ഹൗവയിനെയും ഏദൻ തോട്ടത്തിൽ വിട്ടതിന് ശേഷം പിശാച് പാപത്തെ ഇവർക്ക് ഇൻട്രൊഡ്യൂസ് ചെയ്തപ്പോൾ ഇവർ ദൈവിക സ്വഭാവത്തിൽ നിന്ന് താഴെ പോവുകയായിരുന്നു ചെയ്തത്. പ്രൈസ് ദി ലോർഡ്. ദൈവിക സ്വഭാവത്തിൽ നിന്ന് ഇവർ താഴെ പോയപ്പോൾ ഇവരിൽ ജഡത്തിൻ്റെ സ്വഭാവം ആക്റ്റീവായി, ഇവരിൽ നന്മ തിന്മകളുടെ സ്വഭാവം ആക്റ്റീവായി. പ്രിയപ്പെട്ടവരെ, യോഹന്നാൻ എഴുതിയ ലേഖനം 14-ാം അധ്യായത്തിലേക്ക് നമ്മൾ വീണ്ടും തിരിച്ചു വന്നാൽ അതിനകത്ത് കാണാൻ പറ്റും. അതിൻ്റെ 17-ാമത്തെ വാക്യം ഇപ്രകാരം പറയുന്നു: ഈ സത്യാത്മാവിനെ സ്വീകരിക്കാൻ ലോകത്തിന് സാധിക്കുകയില്ല, കാരണം അത് അവനെ കാണുകയോ അറിയുകയോ ചെയ്യുന്നില്ല. എന്നാൽ നിങ്ങൾ അവനെ അറിയുന്നു, കാരണം അവൻ നിങ്ങളോടൊത്ത് വസിക്കുന്നു. ആമേൻ. നിങ്ങളിൽ ആയിരിക്കുകയും ചെയ്യുന്നു. ഇവിടെ പറയുന്നത് പരിശുദ്ധാത്മാവിനെ പറ്റിയാണ്. നമ്മൾ ഉൽപ്പത്തിയിൽ നോക്കിക്കഴിഞ്ഞാൽ ദൈവം നമ്മളെ സൃഷ്ടിച്ചത് തൻ്റെ ഛായയിലും സാദൃശ്യത്തിലുമാകുന്നു. എന്നാൽ യേശു ഇവിടെ പറയുകയാണ്, ഈ ആത്മാവിനെ സ്വീകരിക്കുകയും, സത്യാത്മാവിനെ സ്വീകരിക്കാൻ ലോകത്തിന് സാധിക്കുകയില്ല, കാരണം അത് അവനെ കാണുകയോ അറിയുകയോ ചെയ്യുന്നില്ല. പ്രൈസ് ദി ലോർഡ്. എന്തായിരിക്കും ഈ പരിശുദ്ധാത്മാവ് എന്ന് പറയുന്ന വ്യക്തിയുടെ കർത്തവ്യം? എന്തായിരിക്കും? നമ്മൾ ഓൾറെഡി സൃഷ്ടിക്കപ്പെട്ടത് ദൈവത്തിൻ്റെ ഛായയിലും സാദൃശ്യത്തിലുമാണ്. അപ്പോൾ പിന്നെ എന്തിനാണ് ഈ പരിശുദ്ധാത്മാവിനെ യേശു നമുക്ക് ഇൻട്രൊഡ്യൂസ് ചെയ്തത്? ഇതിൻ്റെ താഴേക്ക് വായിക്കുമ്പോൾ കാണാൻ പറ്റും, ഞാൻ എൻ്റെ പിതാവിലും നിങ്ങൾ എന്നിലും ഞാൻ നിങ്ങളിലുമാണെന്ന് ആ ദിവസം നിങ്ങൾ അറിയും. ഇത് 20-ാമത്തെ വാക്യം. 18-ാമത്തെ വാക്യം പറയുന്നു, ഞാൻ നിങ്ങളെ അനാഥരായി വിടുകയില്ല, ഞാൻ നിങ്ങളെ ഒരു കാലത്തും ഞാൻ നിങ്ങളെ അനാഥരാക്കുകയില്ല. പ്രൈസ് ദി ലോർഡ്. എൻ്റെ ഡൗട്ട് ഇങ്ങനെയാണ്, എന്തിനായിരിക്കും ഈ പരിശുദ്ധാത്മാവിനെ ദൈവം നമുക്ക് തന്നത്? ഓൾറെഡി പൗലോസ്ലീഹ പറയുന്ന കാര്യമുണ്ട്, ആദ്യമേ പറഞ്ഞു. റോമക്കാർക്ക് എഴുതിയ ലേഖനം 5:5, ഈ പരിശുദ്ധാത്മാവിലൂടെ ആകുന്നു ദൈവത്തിൻ്റെ സ്നേഹം നമ്മളിലേക്ക് ചൊരിയപ്പെട്ടിരിക്കുന്നത്. ഇവിടെ പറയുന്ന, എനിക്കിതിനകത്ത് തോന്നുന്നു, ഈ എൻ്റെ ബൈബിൾ വായനയിൽ നിന്ന് എനിക്ക് മനസ്സിലായ ഒരു കാര്യം ഇപ്രകാരമാണ്: പരിശുദ്ധാത്മാവിനെ എനിക്ക് തന്നതിൻ്റെ കാരണം ഞാൻ മകനാണ് എന്ന് സർവ്വസമയവും എന്നോട് ചേർന്ന്, എൻ്റെ ആത്മാവിനോട് ചേർന്ന് അവന് സാക്ഷി നൽകാനാവുന്നു. പ്രൈസ് ദി ലോർഡ്. അതായത് പിശാച് എവിടെ നമ്മളെ ഓരോരുത്തരെയും വഞ്ചിച്ചുവോ, ആ വഞ്ചനയ്ക്കകത്തുനിന്ന് യേശു നമ്മളെ രക്ഷിക്കുക മാത്രമല്ല ചെയ്തത്, പകരം ഞാൻ ദൈവത്തിൻ്റെ മകനാണ് എന്നുള്ള ഉറപ്പിന് വേണ്ടിയിട്ട് പരിശുദ്ധാത്മാവിനെ, ആദ്യം പറഞ്ഞ പോലെ തൻ്റെ അസ്തിത്വമാകുന്ന ആത്മാവിനെ നമുക്ക് തരികയും ആ ആത്മാവ് മുഖാന്തരം നമ്മൾ അബ്ബാ പിതാവേ എന്ന് വിളിക്കുകയും ചെയ്യുന്നു. അതുകൊണ്ട് റോമക്കാർക്ക് എഴുതിയ ലേഖനം 8-ാം അധ്യായം അതിൻ്റെ 14-ാമത്തെ വാക്യം പറയുന്നത്, ദൈവാത്മാവിനാലാണ് നിങ്ങൾ നയിക്കപ്പെടുന്നതെങ്കിൽ നിങ്ങൾ ദൈവത്തിൻ്റെ മക്കളാകുന്നു. ദൈവാത്മാവിനാലാണ്
നമ്മൾ നയിക്കപ്പെടുന്നതെങ്കിൽ പ്രിയപ്പെട്ടവരെ നാം ദൈവത്തിൻ്റെ മക്കളാകുന്നു. എന്നിട്ട് അടുത്ത വാക്യം പറയുന്നത് ഇങ്ങനെയാണ്: നിങ്ങളെ വീണ്ടും ഭയത്തിലേക്ക് നയിക്കുന്ന അടിമത്വത്തിൻ്റെ ആത്മാവിനെ അല്ല, മറിച്ച് പുത്രസ്വീകാരത്തിൻ്റെ ആത്മാവിനെയാണ് നിങ്ങൾ കൈക്കൊണ്ടിരിക്കുന്നത്. ഈ ആത്മാവ് മുഖാന്തരമാണ് നാം ആബാ പിതാവേ എന്ന് വിളിക്കുന്നത്. പ്രൈസ് ദി ലോർഡ്. ഇപ്പോൾ പരിശുദ്ധാത്മാവ് എന്തിനാണ് നമ്മളിൽ വന്നതെന്ന് പറഞ്ഞാൽ, ഞാൻ മകനാണ് എന്ന് മറ്റുള്ള വ്യക്തികളോട് പറയാൻ വേണ്ടിയിട്ടാകുന്നു. അതായത് അതിൻ്റെ സൈനാകുന്നു. ആദ്യം പറഞ്ഞതുപോലെ പിശാചിൻ്റെ മുമ്പിൽ പരിശുദ്ധാത്മാവ് നമ്മളുടെ ആത്മാവിനോട് ചേർന്ന് നമുക്ക് സാക്ഷ്യം തരിക, ഞാനിപ്പോൾ ദൈവത്തിൻ്റെ മകനാണ്. പിന്നെയും നിന്നെ ഭയത്തിലേക്ക് നയിക്കുന്ന, അതായത് ആദം പാപം ചെയ്തപ്പോൾ ദൈവത്തിന് മുമ്പിൽ എങ്ങനെ പേടിച്ചോ, അവനെ തന്നെ ഡീഗ്രേഡ് ചെയ്തോ, ഇനിയും ആ ഒരു ഡീഗ്രേഡേഷന് സാധ്യതയില്ലാത്ത വിധത്തിൽ ദൈവം നമ്മളെ ഉയർത്തി. ആ ഉയർച്ചയ്ക്കകത്തുനിന്ന് ഇനിയും പിശാചിന് നമ്മളുടെ അടുത്ത് വന്നിട്ട്, നീ അന്ന് പാപം ചെയ്തതുകൊണ്ട് നീ ഇപ്പോൾ ദൈവത്തിൻ്റെ മകനല്ല, ഈ വഞ്ചിക്കാൻ പറ്റാത്ത വിധത്തിൽ ദൈവം മുഴുവനെ അതിനെ ടാക്കിൾ ചെയ്തു എന്ന് വേണമെങ്കിൽ പറയാം. പ്രൈസ് ദി ലോർഡ്. ഇതിനാകുന്നു ഒരു കാരണം, ഇതാകുന്നു പരിശുദ്ധാത്മാവ് നമ്മളുടെ മേൽ വന്നത്. പ്രൈസ് ദി ലോർഡ്. ഇനി വേറൊരു കാരണം, എന്തുകൊണ്ടാണ് പരിശുദ്ധാത്മാവുമായിട്ട് നമുക്കൊരു കൂട്ടായ്മ വേണമെന്ന് പറയുന്നതിൻ്റെ കാരണം, നമ്മൾ പലപ്പോഴും കേട്ടിട്ടുള്ളൊരു കാര്യമാണ്, പരിശുദ്ധാത്മാവിനോട് നമ്മൾ പ്രാർത്ഥിക്കണം, പരിശുദ്ധാത്മാവ് നമ്മളുടെ മേലുണ്ട്, നമ്മളെ എല്ലാ കാര്യത്തിനും ഗൈഡ് ചെയ്യും, എല്ലാ വിഷയങ്ങളും പരിശുദ്ധാത്മാവ് നമ്മളെ പഠിപ്പിക്കും. ഇതെല്ലാം നമ്മൾ കേട്ടിട്ടുണ്ട്. എന്നാൽ പരിശുദ്ധാത്മാവുമായിട്ട് എന്തിനാണ് നമുക്കൊരു വ്യക്തിപരമായ ബന്ധം? പരിശുദ്ധാത്മാവുമായിട്ട് നമുക്കൊരു വ്യക്തിപരമായ ബന്ധത്തിനാകുമോ? പറ്റുമോ? പ്രിയപ്പെട്ടവരെ, പറ്റും. അടുത്ത വീഡിയോയിൽ നമുക്ക് കാണാം. ദൈവം നിങ്ങളെ അനുഗ്രഹിക്കട്ടെ.